പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Parpun Nabiyo, Yo
എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർത്തു. ദൈവം നോഹയോട് അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളമായി ഇതായിരിക്കും. ദൈവമായ കർത്താവിനെ സ്തുതിക്കട്ടെ. ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലതിനെയും നാഥാനേക്കും. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷകമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്രേ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമജ്ഞൻ എവിടെ? ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം പോഷിതമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ പോഷിത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തീരുമാനിച്ചായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് വിളർച്ചയും വിജാതിയർക്ക് പോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പിടിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. എന്നാൽ ദൈവത്തിന്റെ പോഷകം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. ജീവനരുളും വചനം ലോകമഖിലം നൽകാം. ദൈവശക്തിയിൽ നിറയൂ യേശുവിൻ പ്രിയജനമേ. ജീവനരുളും വചനം ലോകമഖിലം നൽകാം. ദൈവശക്തിയിൽ നിറയൂ യേശു
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമായ നമ്മുടെ കർത്താവിശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 24-ാം അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങൾ. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളവുകയും ചെയ്യും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിൽ സർവഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടി വരുന്നത് കാണുകയും ചെയ്യും. വലിയ കാഹളധ്വനിയോടുകൂടെ തന്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്ന് അവരെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരങ്ങളിൽ പണിയുകയും അതിന്റെ കൊമ്പുകൾ ഇളകാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുകയും. സത്യമായി ഞാനോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ആ ദിവസത്തെ കുറിച്ചും മണിക്കൂറിനെ കുറിച്ചും പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. തമ്പുരാനിതാകുവാൻ ഒരുങ്ങിയിരിക്കുക. ഈശ്വരശിഹായി ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, സുവിശേഷം അന്ത്യവിധിയെക്കുറിച്ച് പറയുകയാണ്. എപ്രകാരമായിരിക്കും അന്ത്യവിധി സംഭവിക്കുക എന്ന് ഈ ദിവസങ്ങളിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇസ്രായേലിന്റെ ലെബനോൺ ആക്രമണത്തെക്കുറിച്ച് തലക്കെട്ട് എഴുതി ഡൂംസ്ഡേ, അന്ത്യ ദിനങ്ങൾ എന്നായിരുന്നു ആ തലക്കെട്ട്. എപ്രകാരമാണ്, എവിടെയാണ്, എങ്ങനെയാണ് പൊട്ടിത്തെറികൾ ഉണ്ടാകുക എന്ന് ചിന്തിക്കുവാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ആക്രമണം. മൊബൈലുകൾ ഇന്റർനെറ്റിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കാതെ സന്ദേശങ്ങൾ അയക്കുവാൻ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പേജറിലേക്ക് തിരിയുകയാണ്. എന്നാൽ ആ പേജറുകൾ പൊട്ടിത്തെറിക്കുകയാണ്. അവിടെ തീർന്നു എന്ന് ചിന്തിക്കുമ്പോൾ വാക്കി ടോക്കി, പോലീസുകാരൻ ഉപയോഗിക്കുന്ന വാക്കി ടോക്കി പൊട്ടിത്തെറിക്കുന്നു. അവിടെയും തീർന്നു എന്ന് ചിന്തിക്കുമ്പോൾ സോളാർ പാനലുകൾ പൊട്ടിത്തെറിക്കുന്നു. ഇനി എന്ത് പൊട്ടിത്തെറിക്കും, എന്ത് സംഭവിക്കും, എന്ത് ഉപയോഗിക്കാം, എന്ത് ഉപയോഗിക്കുവാൻ പറ്റുകയില്ല എന്ന ചിന്ത ആ ജനത്തെ അസ്വസ്ഥമാക്കുന്നു. ലെബനോണിന്റെയും ഹിസ്ബുള്ളയുടെയും അന്ത്യം കുറിക്കുന്നു എന്നതാണ് അന്ത്യദിനങ്ങൾ എന്ന തലക്കെട്ടിലൂടെ ഉദ്ദേശിച്ചത്. സ്നേഹമുള്ളവരെ, സുവിശേഷം നമുക്ക് ഒത്തിരിയേറെ മുന്നറിയിപ്പുകൾ നൽകുകയാണ്. ആ മുന്നറിയിപ്പ് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും അസ്വസ്ഥരാകും. സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ നിപതിക്കും, ഇങ്ങനെ തുടങ്ങുകയാണ്. എന്നാൽ ഇതെല്ലാം ഉദ്ദേശിക്കുക ഒരുങ്ങിയിരിക്കണമെന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ യാത്രകളിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നറിയിപ്പുകൾ ലഭിക്കും. വളവുണ്ട്, തിരിവുണ്ട്, വേഗത കുറയ്ക്കുവാനുള്ള ഘട്ടങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നത് ഭീതിതപ്പെടുത്താനല്ല, അതിനേക്കാളും ഉപരിയായിട്ട് സന്തോഷത്തോടുകൂടി യാത്ര അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ വേണ്ടിയാണ്. ഈശോയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും തമ്പുരാനിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ആ യാത്രയിൽ രക്ഷാകര പദ്ധതി എപ്രകാരം
സ്വീകരിക്കുവാനായിട്ട് ദൈവം നമ്മെ ഒരുക്കുകയാണ്. ഈ ഒരുക്കുന്ന സുവിശേഷത്തിൽ പലയിടത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്റെ ശിഷ്യന്മാരെ വ്യക്തമായി ഒരുക്കുന്ന ഈശോയെ നമുക്ക് കാണാം. പീഡാസഹന മരണ ഉത്ഥാന പ്രവചനങ്ങളുടെ ഒന്നല്ല, രണ്ടല്ല, 3 പ്രാവശ്യം പീഡാസഹനത്തെ കുറിച്ച്, മരണത്തെ കുറിച്ച്, ഉത്ഥാനത്തെ കുറിച്ച്, തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവിടെ അസ്വസ്ഥരാകരുത് എന്ന മുന്നറിയിപ്പുകൾ നൽകുന്ന സുവിശേഷം. ഇന്നത്തെ സുവിശേഷം അന്ത്യവിധിയെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ മുന്നറിയിപ്പ് നൽകുവാനുള്ള കാരണം, മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ അപകടം സംഭവിക്കും എന്ന ഒരു അറിയിപ്പാണ്. പഴയ നിയമഗ്രന്ഥത്തിൽ മുന്നറിയിപ്പ് നൽകിയതിനെ കുറിച്ചാണ് ആദ്യ വായനയിൽ നാം ശ്രമിച്ചത്. നോഹായുടെ പെട്ടകം. ദൈവം മുന്നറിയിപ്പ് നൽകി, എന്നാൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന ചിന്തയോടുകൂടി ജീവിക്കുന്ന ജനത. അവിടെയാണ് ദൈവം നോഹയോട് പറയുക, പെട്ടകം പണിയുക. നോഹ പെട്ടകം പണിയുകയാണ്. അതിനുശേഷമുണ്ടായ ജലപ്രളയം എത്രയോ ഭീകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം പറയുകയാണ്, ഇനി ഒരിക്കലും ഇതുപോലെ ഒന്ന് ഈ ലോകത്ത് സംഭവിക്കുകയില്ല എന്ന്. വീണ്ടും നിനിവേ നിവാസികളുടെ അവസ്ഥ കണ്ട് ദൈവം യോന പ്രവാചകനെ അയക്കുകയാണ്. പ്രവാചകന്മാരെ അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രാജാക്കന്മാരുടെയും വ്യക്തികളുടെയും മാനസാന്തരത്തിനായിട്ട് ദൈവം ആഗ്രഹിക്കുക എല്ലാവരും എന്റേതായിരിക്കണം എന്നതാണ്. എല്ലാവരും എന്റേതായിരിക്കണമെന്ന ആഗ്രഹമുണ്ടാകുമ്പോഴാണ് നമ്മളും നമ്മുടെ മക്കൾക്കും മുന്നറിയിപ്പ് നൽകുക, മോനെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ദൈവിക വഴികളിലൂടെ സഞ്ചരിക്കുവാനായിട്ട്, ആ ദൈവിക വഴികളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് മുന്നറിയിപ്പ് നൽകുമ്പോൾ ആ മുന്നൊരുക്കത്തിന്റെ വഴികളാണ് നമ്മുടെ കൂദാശകൾ. 7 കൂദാശകൾ നൽകിയിട്ടുണ്ട്. ജ്ഞാനസ്നാനം, പരിശുദ്ധ കുർബാന, കുംഭസാരം, സൈലേപനം, വിവാഹം, തിരുപട്ടം, രോഗിലേപനം. ഇങ്ങനെ 7 കൂദാശകളിലൂടെ ദൈവം നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ്. ജ്ഞാനസ്നാനത്തിലൂടെ സഭയുടെ അംഗമാകുന്നു. അതിനുശേഷം പരിശുദ്ധ കുർബാനയിലൂടെ അവൻ വഴിയോരങ്ങളെ നമ്മളെ ഒരുക്കുകയാണ്. എപ്രകാരമാണ് സഭയോട് ചേർന്ന് നിന്ന് ജീവിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിച്ച് അവനെ സ്വീകരിക്കുവാനായിട്ട് നമ്മെ ഒരുക്കുകയാണ്. സൈലേപനം സ്ഥിരീകരണത്തിന്റെ ഉദാശയാണ്. കുംഭസാരം ആ വഴിയോരങ്ങളിൽ നിന്ന് എപ്പോഴെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് തമ്പുരാന്റേതായി യാത്ര ചെയ്യുവാനുള്ള ഒരുക്ക ശുശ്രൂഷയാണ്. ദൈവം ആഗ്രഹിക്കുക സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ജീവിക്കണമെന്നതാണ്. വഴിതെറ്റിപ്പോകരുത്, മറിച്ച് തിരിച്ചു വന്ന് സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ജീവിക്കണമെന്ന വലിയ ആഗ്രഹത്തിന്റെ ഉദാശയാണ് കുംഭസാരം എന്ന ഉദാശ. വീണ്ടും ആ വഴിയോരങ്ങളിൽ നന്മ നിറഞ്ഞ വഴികളിലേക്ക് തിരിച്ചുവിടുന്ന വിവാഹം എന്ന ഉദാശയും തിരുപ്പട്ടം എന്ന ഉദാശയും. അതിനുശേഷം രോഗിലേഖനം സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി മരിക്കുന്നതിനും തമ്പുരാനിലേക്കുള്ള പാതേയമായിട്ട് ഭക്ഷണമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ച് മുന്നേറുവാനുള്ള ഉദാശ. മരണകർമ്മങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, ഞാൻ നല്ല ഓട്ടം ഓടി എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന്. ഞാൻ നല്ല ഓട്ടം ഓടുമ്പോൾ തീർച്ചയായും എന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലൂടെയാണ് നമ്മൾ നല്ല ഓട്ടം ഓടുക. ആ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി എന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ സംതൃപ്തി ഉണ്ടാകുമ്പോഴാണ് എല്ലാം പൂർത്തിയായി എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുക. അതിന്റെ പൂർണ്ണതയിലാണ് മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടക്കും എന്നും നീ സ്വീകരിച്ച ഉദാശകൾ അത്യുന്നതനായ ദൈവത്തിന്റെ ന്യായാസനത്തികൾ നിനക്ക് സഹായമായിരിക്കട്ടെ എന്നും പുരോഹിതൻ പ്രാർത്ഥിക്കുക. തമ്പുരാനോടൊപ്പം തമ്പുരാന്റേതായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും സഹായിക്കണം.
ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സഭ തന്നെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താപൂർവ്വമായി രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വങ്ങളുടെ വീതിപൂർണ്ണ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത വിഷയമായി വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ നാമത്തോടെ നിന്നെ കേൾക്കുവാൻ ഞങ്ങളെ യോഗ്യരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗരാജ്യം ലക്ഷ്യമാക്കി പുരുഷന്റെ മാർഗത്തിലൂടെ അന്തിരം മുന്നേറുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷ സഭയുടെ തലവനായ ഞങ്ങളുടെ പരിസ്ഥിതി പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആബേൽ കാർബോട്ടായും ഞങ്ങളുടെ അതിരൂപതയുടെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിനെയും മറ്റെല്ലാ മിത്രന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, നിനക്ക് പ്രിയങ്ങളെല്ലാവരും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും തന്നെ നാം ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാപനം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴികളെ
ഭാഗിച്ചു നൽകി നിൻ ശരീരം അന്ത്യഭോജനവേളയിൽ മാനവർക്കായി ഭാഗിച്ചു നൽകി നിൻ ശരീരം ഞങ്ങൾക്കു ജീവനായി നൽകി നിൻ രക്തം ഓർക്കുന്നു ഞങ്ങളീ ബലിവേദി ഞങ്ങൾക്കു ജീവനായി നൽകി നിൻ രക്തം ഓർക്കുന്നു ഞങ്ങളീ ബലിവേദി ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും കാഴ്ചയോടൊപ്പം തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മുടെ യോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. ഒരുക്കത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി ജീവിതം പൂർത്തീകരിക്കുവാൻ തമ്പുരാൻ്റെതായി തീരുവാൻ ആവശ്യമായ കൃപ അങ്ങയുടെ ആദ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പീഠാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും പുരാണത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹ വഴി പിതാവായ ദൈവം കന്യകയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുതകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സഹരമൂർത്തിയിടാം പവനം ഈ ബലിയിൽ. ആദിയിലെ പോലെ നന്നേക്കും ആമേനാമേ. സുതരുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിരസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാം. നമ്മുടെ കൂടെ തൊഴവാനാം കർത്താവിൻ നന്മയ്ക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെയെന്നും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വശക്തനുമായവനും എന്നാൽ ഏകകർത്താവായ യേശുമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യവും പിതാവിലൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു.
എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ ഭാവാരിയുമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിനെ നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികളെ ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു.
അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നുമാണ് ഭക്ഷിക്കുന്നത്. കാസയമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ശുദ്ധപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെയും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചു ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർണ്ണതയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഉപദേശം സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Oh
ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകനെ അമലമൈശ്വര്യങ്ങളെ നമ്മളെല്ലാവരും ഭക്തിയാദങ്ങളോട് സമീപിക്കാം. അന്നത്തിലുള്ള സ്വർണ്ണത്തോടെ അബ്രാഹത്തെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ ക്ഷമിച്ചുകൊണ്ടും ഉത്സാഹത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ ദൈവത്തോടെ പാപമോചനം യാചിക്കുകയും ചെയ്യാം. ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞതാണ് ദൈവത്തോട്. ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി അവർ വിളിച്ചപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. സമയത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാം
എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. കഴിഞ്ഞ സ്വപ്രകാഴ്ച 7487 രൂപ, ഹിന്ദി കുർബാന 5104 രൂപ, സെന്റ് ആൻഡ്രീസ് സെന്റ് തോമസ് സ്കൂൾ കുട്ടികൾ സമർപ്പണം 720 രൂപ, 3ാം ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും 380 രൂപ. മരണാനന്തര സഹായ സംഘത്തിൻ്റെ പൊതുയോഗം ഈ കുർബാനയ്ക്ക് ശേഷം പള്ളിയകത്ത് കൂടുന്നതായിരിക്കും. ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും മരണാനന്തര സഹായത്തിൽ ചേരണമെന്നതാണ് ആഗ്രഹം. മരണാനന്തര സഹായ സംഘം എന്നത് ഒരു സഹകരണ മരണാനന്തര സഹായത്തിനുള്ള പ്രസ്ഥാനമാണ്. നമ്മുടെ എല്ലാ ഇടവകളിലും തന്നെ ഉള്ളതാണ്. ഇതുവരെ 129 കുടുംബങ്ങളാണ് ചേർന്നിരിക്കുന്ന കുടുംബങ്ങൾ. എല്ലാ കുടുംബങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും പൊതുയോഗമാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.
സെമിത്തേരി കപ്പേളയുടെ പണി പുരോഗമിക്കുന്നു. ഈ സെമിത്തേരി കപ്പേള സെമിത്തേരി നിർമ്മാണ ഓഹരി നൽകുവാനുള്ളവർ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ബുധനാഴ്ച വിശുദ്ധ കുർബാന ഈ നൊവേനയും രാവിലെ 6:30 ആയിരിക്കും. അടുത്ത ഞായറാഴ്ച ലോഗോസ് ബൈബിൾ ക്വിസ് മത്സര പരീക്ഷ ദിനമാണ്. 1:45 മുതൽ 3 മണി വരെയായിരിക്കും പരീക്ഷ. 1:30 രജിസ്റ്റർ ചെയ്തവരുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, ഹോൾ ടിക്കറ്റ് കൊടുക്കുക. രജിസ്റ്റർ ചെയ്തവരുടെ ലിസ്റ്റ് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സെന്റ് അൽഫോൺസ കുടുംബ യൂണിറ്റ് 4 മണിക്ക് വിച്ചു പോൾ മുനിയാറിന്റെ വസതിയിൽ വെച്ചു. സെന്റ് ആനാസ് കുടുംബ യൂണിറ്റ് 2:30 പള്ളി ഹോളിൽ വെച്ചു. സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് 5:30 കരുമേലിയിൽ വെച്ചു നടക്കുന്നതാണ്. ഇന്ന് കാറ്റഗിസം പ്രൊമോട്ടേഴ്സ് ദിനമാണ്. കുട്ടികളെ സമയത്ത് വിടുവാനായിട്ട് വിടണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പള്ളിയുടെ ടോയ്ലറ്റുകളുണ്ട്. ഞാൻ വന്നതിന് ശേഷം പുരുഷന്മാരുടെ ടോയ്ലറ്റിൻ്റെ കൊളുത്തും കുറ്റിയൊക്കെ ഒരു പ്രാവശ്യം വെച്ചതാണ്. എന്നാൽ വീണ്ടും അതെല്ലാം മനോഹരമായിട്ട് പറിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ബോധപൂർവമുള്ള പ്രവൃത്തിയാണ്. അങ്ങനെ കുറ്റിയും കൊളുത്തുമൊന്നും പുരുഷന്മാരുടെ ടോയ്ലറ്റിന് ആരോഗ്യവും ഉണ്ട്. മുമ്പ് നശിപ്പിച്ചു. അത് ഒരെണ്ണമാണെങ്കിൽ ബൈ ചാൻസ് പോയതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ബൈ ചാൻസ് പോയതല്ല, അത് എല്ലാം നശിപ്പിക്കുന്നുവെങ്കിൽ അത് ബോധപൂർവ്വം നശിപ്പിച്ചതാണ്. അത് സാമൂഹിക ദ്രോഹമാണ്. അപ്പോൾ വീണ്ടും നമ്മൾ നന്നാക്കിയാൽ വീണ്ടും നശിപ്പിക്കും. അതുകൊണ്ട് കൈക്കാരന്മാരുടെയോ എൻ്റെയോ കുറ്റമല്ല, അത് നശിപ്പിക്കും എന്ന ഉറപ്പുള്ളത് കൊണ്ട് നമ്മളത് നന്നാക്കുന്നില്ല. നമ്മുടെ ആവശ്യങ്ങളല്ല, നമ്മുടെ ആരെങ്കിലുമൊക്കെ വന്നാൽ അവരുടെ ആവശ്യങ്ങൾക്കാണ്. പക്ഷേ നന്നാക്കി തരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഞാനൊരു പ്രാവശ്യം ഞാൻ വന്നതിന് ശേഷം 6 മാസമേ ആയുള്ളൂ. ഞാൻ വന്നതിന് ശേഷം എല്ലാത്തിൻ്റെയും കൊളുത്തും കുറ്റിയൊക്കെ വച്ചതാണ്. പക്ഷെ എന്നിട്ടും നശിപ്പിക്കുന്നുവെങ്കിൽ അത് കേൾക്കുന്നതാണത്. പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപാവത്താൽ സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവമായ സമീപിച്ച് ഈ ബഹുളായി നമുക്ക് എല്ലാവർക്കും ഇവിടെ നാഥാവിന്റെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ